Hey, hello, welcome back to Meet the Lens. So, today we're going to explore the mesmerizing ocean tunnel where sharks and rays glide overhead. We'll meet adorable penguins and marvels at the vibrant colors of the coral reef. Get up close with seahorses, jellyfishes, and variety of tropical fishes. So, let's go to the video. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ലണ്ടനിലെ തന്നെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള സീ ലൈഫ് അക്യൂറിയത്തിലോട്ടാണ്. ഇത് ലണ്ടൻ ഐയുടെയും തേംസ് റിവറിൻ്റെയും തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ 1 വീക്ക് മുന്നേ ബുക്ക് ചെയ്യുവാണെങ്കിൽ £28 സെയിം ഡേ ബുക്കിങ്ങിന് £33 ആണ്. പിന്നെ കുഞ്ഞു പിള്ളേർക്ക് ആഫ്റ്റർ 2 ഇയേഴ്സ് എല്ലാവർക്കും £25 ആണ് കേട്ടോ ചാർജ് വരുന്നത്. ഒരു വൺ ടൈം മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണിത്. കടലിനകത്തുള്ള ഏറ്റവും ചെറിയ ജീവി മുതൽ ഏറ്റവും വലിയ ക്രീച്ചർ വരെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ടിക്കറ്റ് സ്കാനിങ്ങും ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ആണ്. അതിന് മേലെ കൂടെ നടക്കാൻ നമുക്ക് കുറച്ച് പേടിയുണ്ടാവും, കാരണം താഴെ കൂടെ പോകുന്നത് ഷാർക്കാണ്, അയലയും മത്തിയൊന്നുമല്ല. പിന്നെ ഫോട്ടോസ് എടുക്കുമ്പോൾ ഫ്ലാഷ് വെള്ളത്തിലോട്ട് അടിക്കാൻ പാടില്ല, ആനിമൽസിനൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പാലിക്കണം, കാരണം എല്ലായിടവും സെക്യൂരിറ്റീസ് ആൻഡ് ക്യാമറാസ് ഉണ്ട്. 600 സ്പീഷീസ് ഓഫ് മെറൈൻ ലൈഫാണ് ഇവിടെ ഉള്ളത്. അതും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫിഷസ് ആൻഡ് ക്രിയേച്ചേഴ്സ് ആണ്. നമ്മളെല്ലായിടവും നോർമലി കാണുന്നതല്ലാതെ കുറേ കൂടെ ആഡ് ഓൺസ് ഉണ്ട്. ഞാൻ ഒരിടവും അങ്ങനെ കണ്ടിട്ടില്ലാത്തതാണ് ഇവിടെ കൂടുതലുള്ളതെല്ലാം. പിന്നെ ഓരോ ഫിഷിൻ്റെ അടുത്തും അതിൻ്റെ നെയിം ആൻഡ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാം വളരെ വ്യക്തമായിട്ട് അവർ കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് ഏത് ഫിഷാണ്, ഇത് എന്താണെന്നൊക്കെ അറിയാൻ. നമുക്ക് അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാവും. സ്റ്റാർ ഫിഷൊക്കെ, ഇങ്ങനത്തെ സ്റ്റാർ ഫിഷിനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇതെന്തോ മന്ദരോഗം പിടിച്ചൊരു സ്റ്റാർ ഫിഷ് പോലെയാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ചിലപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമായിരിക്കും. ശരി, അത് വിട്. അപ്പോൾ അടുത്ത് എന്താ ഗോഡ് ഫിഷ് എന്തോ ആണ്. ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ വെറുതെ കണ്ട് ആസ്വദിച്ചു പോയി. നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ട കാര്യമില്ലല്ലോ, കാണുക, കണ്ണിനൊരു ആസ്വാദനം. അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് റേസ് അഥവാ തിരണ്ടികൾ. അപ്പോൾ ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയൊരു പൂളാണ് നമുക്ക് കാണാൻ പറ്റുക. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ജീവിയാണ് സ്റ്റിംഗ് റേസ് എന്ന് പറയുന്നത്. അങ്ങനെ അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു ജീവിയും അല്ല, പക്ഷേ അവരോട് എന്തെങ്കിലും അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ തിരിച്ചുള്ള അവരുടെ അറ്റാക്കിംഗ് നമുക്ക് താങ്ക മുടിയാതെ. പണ്ടത്തെ ആനിമൽ പ്ലാനറ്റിലെ ഓത് ഹണ്ടറിൻ്റെ ഹോസ്റ്റായിരുന്ന സ്റ്റീവൻ എർവിൻ്റെ മരണം ഈ തെരണ്ടിയുടെ വാല് കൊണ്ടിട്ടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് തെരണ്ടി അറ്റാക്ക് ചെയ്യുന്നത് അവരുടെ വാല് വെച്ചിട്ടാണെന്ന്. അപ്പോൾ അത്രയും ഭയാനകമായ ഒരു ജീവിയാണ് സ്റ്റിംഗ് റേസ് ഓർ തെരണ്ടീസ് എന്ന് പറയുക, അല്ല തെരണ്ടി എന്ന് പറയുന്നത്. സോറി, ഇംഗ്ലീഷ് ഇടയ്ക്ക് കയറി വന്നതാണ്. മാമനോടൊന്നും തോന്നരുത് കേട്ടോ. പിന്നെ ഇവൻ ആരാണെന്ന് എനിക്ക് തീരെ മനസ്സിലായിട്ടില്ല. കുറേ നേരമായി ഇവൻ ശ്വാസം അടക്കി പിടിച്ച് മേളിൽ വന്ന് കിടന്ന് ഈ ഷോ കാണിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ശ്വാസം കിട്ടാതെ മരിച്ച് വീഴുമ്പോൾ അവൻ പഠിച്ചോളും. ഈ നേരെ കാണുന്നത് ഒരു തിമിംഗലത്തിൻ്റെ അസ്ഥികൂടമാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ടാങ്കിന് എന്തോരം വലിപ്പം ഉണ്ടെന്നുള്ളത്. ഇത് മാത്രമല്ല, ഇതിനകത്ത് ആമകളും തെരണ്ടികളും അങ്ങനെ കുറേ ജീവികൾ ഈ ടാങ്കിനകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ ആമയുടെയൊക്കെ വലിപ്പം കണ്ടോ? ഇത്രയും വലിയ ആമേനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതാണ് ഇവിടുത്തെ നെക്സ്റ്റ് അട്രാക്ഷൻ, അണ്ടർ വാട്ടർ ടണൽ. ഇതിൻ്റെ താഴെക്കൂടെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ കടലിൻ്റെ അടുത്തട്ടിലൂടെ നടക്കുന്ന പോലത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടും. നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ ഷാർക്സും സ്റ്റിംഗ് റേസും മീനും ഒക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേനും നമുക്ക് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അത് ഭയങ്കര ഒരു ഫീൽ തന്നെ ആയിരുന്നു ഇങ്ങനെ ഇതിൻ്റെ താഴെക്കൂടെ നടക്കുമ്പോൾ. എനിക്കിവിടെ വന്ന് കണ്ടത് വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്.
ഈ മീനിന് എന്തോ ബുദ്ധിക്ക് കുഴപ്പമുള്ളതുപോലെ നിങ്ങൾക്ക് തോന്നില്ലേ? ഒരു 10 മിനിറ്റോളം ഞാൻ നോക്കി നിന്നിട്ടും പുള്ളിക്കാരൻ ആ നിപ്പ് നനങ്ങിയിട്ടേ ഇല്ല. ഇത് ഞാനാണ് കേട്ടോ, വീഡിയോ വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്ത് കയറി നിന്നതാണ്. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് ഓൺ ദി സ്റ്റേജ് നമ്മുടെ മുതലച്ചേട്ടൻ. ഇത് ജീവനുണ്ടോ ചത്തതാണോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, കണ്ണുപോലും അടയ്ക്കുന്നില്ല, കിടന്ന കിടപ്പാണ്. So this is an unfertilized shark egg. So that one you're holding is from a cat shark. Oh, it's a shark egg. Yeah. And these ones here, this is from a bullhead shark. And then these ones are the spiders. This is from a skate ray. Now skate rays, they like stingrays, but they don't have the bulb on their tail, so they can't sting us. And so they're called skates. Now all of these animals, these are native to the UK. അപ്പോൾ ചേച്ചി പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയാണ്. ഇത് ഷാർക്കിൻ്റെ മുട്ടയാണ്, അൺഫെർട്ടിലൈസ്ഡ് ആണ്, വിച്ച് മീൻസ് അതിനകത്ത് കുഞ്ഞുങ്ങളൊന്നുമില്ല. ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ, എങ്ങോട്ട് തിരിഞ്ഞാൽ ഇവന്മാരാണ്. ഇതിനകത്ത് മൊത്തം ഷാർക്കും കുറേ തെരണ്ടികളും ആമയും ഇങ്ങനെയുള്ള കുറേ വലിയ ജീവികളാണ് ഇതിനകത്ത് മൊത്തം. എങ്ങോട്ട് തിരിഞ്ഞാലും ഇവന്മാരെ കാണാനേ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് പെൻഗ്വിൻസിനെ കാണാനാണ്. ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ, കാരണം അവർക്ക് -60°C വേണമല്ലോ. കുറേ നേരം അകത്ത് തലയിട്ട് നോക്കി നിന്നിട്ടും ഒരു പെൻഗ്വിനെ പോലും കണ്ടില്ല. അപ്പോഴാണ് അവർ പറയുന്നത് പെൻഗ്വിൻസ് ഒന്നും ഇവിടെ അല്ല, തൊട്ടപ്പുറത്താണെന്ന്. അപ്പോൾ അവിടെ പോയി പെൻഗ്വിൻസിനെ കാണാൻ ഞാൻ ക്യൂ നിൽക്കുവാണ്. അപ്പോൾ കുറേ സമയം കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തു നിന്നപ്പോൾ ദേണ്ടടാ പടയെന്നും പറഞ്ഞ് ഒരുത്തം പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. പെൻഗ്വിൻ ഇത്രയും സ്പീഡ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. പിന്നെ കുറച്ച് നേരം എൻ്റെ ഷോയൊക്കെ കണ്ട് നിന്നു. ഭയങ്കര പത്രാസുകാരനായിരുന്നു. പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാൻ നിന്നില്ല. അവിടുന്ന് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഫ്രണ്ടിൽ ഫുള്ള് ജെല്ലി ഫിഷ് ആയിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഇത് അതിൻ്റെ കളറല്ല, ലൈറ്റ് അടിക്കുന്നതാണ്. ലൈറ്റ് അടിക്കുന്നതനുസരിച്ച് അതിൻ്റെ കളർ മാറിക്കൊണ്ടേയിരിക്കും, കാരണം ഇത് ട്രാൻസ്പെറൻ്റ് അല്ലേ. അവിടെ നിന്ന് അങ്ങോട്ട് ജെല്ലി ഫിഷിൻ്റെ ഒരു കലവറ തന്നെയായിരുന്നു. നീണ്ടതും ചെറുതായതും വാലുള്ളതും വാലില്ലാത്തതും, പക്ഷെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഇത്രയധികം വെറൈറ്റീസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ലിനു ഇതിന് കവരാന്നാണ് എനിക്ക് പറഞ്ഞു തന്നത്. എനിക്കറിയത്തില്ല ഇത് കവരയാണോ എന്ന്. അറിയാവുന്ന അറിയിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ജെല്ലി ഫിഷ് എന്നാണ് അവിടെ എഴുതി വെച്ചിരുന്നത്. പക്ഷേ എനിവേസ് ഭയങ്കര ഭംഗിയായിരുന്നു. ഈ ലൈറ്റ് ഇതിനകത്ത് അടിക്കുന്നതനുസരിച്ച് ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഈ ഡിസൈനൊക്കെ അതിലുള്ളതാട്ടോ. ഷാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇത്രയും നേരം ഞാൻ കാണിച്ച് തന്നില്ലെന്നല്ലേ, ആ വിഷമം അങ്ങ് മാറ്റിയിരിക്കുന്നു. ദേ പോകുന്നു വമ്പൻ സ്രാവുകൾ. ഈ ഒരു ടാങ്കിനകത്ത് ഭയങ്കര വലിയ വലിയ ഷാർക്സ് ഉണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഇവനെ ഒന്ന് കാണാൻ കിട്ടിയത്. ഞാൻ കാണുന്നുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോഴത്തേനും ഇവനങ്ങ് പോകും. ഇപ്പോഴാണ് ഇവനെ ഒന്ന് കൈ കിട്ടിയത്. ഇങ്ങനെ ഇവൻ അടുത്തൂടെ പോകുമ്പോൾ എനിക്ക് തോന്നും അയ്യോ എന്തൊരു പാവമെന്ന്. പിന്നെയാണ് ഓർക്കുന്നത് ഈശ്വര ഇത് ഷാർക്കല്ലേ എന്ന്. നിന്നെയൊക്കെ പിന്നെ എടുത്തോളാടാ, ഇപ്പം ഞാൻ കൂട്ടിലായി പോയെന്നായിരിക്കും അവൻ മനസ്സിൽ വിചാരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് കോറൽ കിങ്ഡം സെക്ഷനിലോട്ടാണ്. ഇവിടെ നമുക്ക് ഭയങ്കര ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു മീനുകളും ഒത്തിരി അധികം നല്ല വെറൈറ്റി ഡിസൈൻസ് ഉള്ള കുഞ്ഞു മീനുകളും പിന്നെ പവിഴപ്പുറ്റുകളും അങ്ങനെ ഭയങ്കര വെറൈറ്റീസും കാണാൻ നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് ഈ ഒരു ഏരിയയിലുള്ളത്.
ഇവനെയൊക്കെ കണ്ടോ, അദ്ദേഹത്തെ ലൈറ്റും കൊണ്ട് പോകുന്ന പോലെയല്ലേ തോന്നുന്നത്. ഒരു LED ലൈറ്റ് പിടിപ്പിച്ച പോലെ അവൻ്റെയൊക്കെ പോക്ക്. എന്ത് ഭംഗിയല്ലേ. ഈ കടലിൻ്റെ അടുത്തട്ടിലുള്ള ജീവികൾക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് നമ്മൾ ഇപ്പോഴൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഇവരുടെ തന്നെ ചെറിയൊരു ഷോപ്പുണ്ട് കേട്ടോ മുകളിൽ. അവിടെ നമുക്ക് അക്വേറിയത്തിൻ്റെ കുറച്ച് മാഗ്നറ്റ്സ്, ഡോൾസ്, ടീഷർട്ട്സ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഒടുക്കത്തെ വിലയായിരുന്നു. ഞാൻ കയറി നോക്കി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വാവയ്ക്കൊരു ഡോളും മേടിച്ച് തിരിച്ച് പോകാനായപ്പോഴത്തേനുമാണ് ഞാൻ കണ്ടത് എൻ്റെ കെട്ടിയോൻ എന്തിലും ഇട്ട് കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ലിനു 1.5 പൗണ്ട് കൊടുത്ത് മേടിച്ച സാധനമാണ്. ഇപ്പോൾ ഇതിലേക്കൂടെ വരും ഒരു ചെറിയൊരു സാധനം. എല്ലാം മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് അവൻ പറയുന്നത്, അയ്യോ ഞാൻ സെലക്ട് ചെയ്യാൻ മറന്നുപോയി എന്നുള്ള കാര്യം. അവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഈ മെഷീൻ കണ്ടു. ഈ മെഷീൻ ഈ പേഴ്സണലൈസ്ഡ് സൊവനിയേഴ്സിൻ്റെതാണ്. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള സൊവനിയേഴ്സ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പേഴ്സണലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പ്രോഡക്ട്സ് സെലക്ട് ചെയ്ത് നമുക്ക് ഏത് തീമാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ സെറ്റാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടി മേടിക്കാൻ നല്ല അടിപൊളി സാധനമാണ്. ഞാൻ മേടിച്ചില്ല, ഒടുക്കത്തെ പൈസ ആയതുകൊണ്ട്. പിന്നെ ഇതൊന്നും എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളും അല്ല. അപ്പോൾ ലാസ്റ്റ് ഞങ്ങളുടെ നിതിൻ്റെ ഒരു കുഞ്ഞിക്കുനൻ പെർഫോമൻസോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാലേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ബൈ.